അസ്സലാമു അലൈക്കും. മലപ്പുറം ജില്ലയിൽ കുറച്ച് ദിവസം മുമ്പ് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അതിൻ്റെ കാരണം എന്ന് പറയപ്പെടുന്നത് ആ കുട്ടിക്ക് നിറമില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ടു, അല്ലെങ്കിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകളൊക്കെ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായി. അതിൽ മനം നൊന്തിട്ടാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. വളരെ കുറഞ്ഞ ദിവസം മാത്രമായിരുന്നു ആ കുട്ടി വിവാഹം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിനെ നമ്മളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഈ വീട്ടുകാർക്ക്, ഈ ചെറുക്കന് എന്തുകൊണ്ട് ഈ വിഷയം നിറമില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയങ്ങളൊക്കെ അറിയാവുന്നതല്ലേ, പെണ്ണിനെ കാണുന്നതല്ലേ, കണ്ടിട്ടാണല്ലോ വിവാഹം കഴിക്കുന്നത്. ആ സമയത്ത് തന്നെ അത് വേണ്ടാന്ന് വെച്ചാൽ പോരെ എന്നൊക്കെ പലരും നമുക്കൊക്കെ തോന്നും. സത്യത്തിൽ ശരിയാണ്, ഒരു വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളൊക്കെ നോക്കി പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അതുപോലെ തന്നെ മറ്റു അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വിവാഹത്തിലേക്ക്, നിക്കാഹിലേക്കൊക്കെ കടക്കുന്നത്. പക്ഷേ ഇപ്പോഴും പല പെൺകുട്ടികളും ചെയ്യുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നത് നമ്മളൊരിക്കലും മറക്കാൻ പാടില്ല. അഥവാ മിക്ക പെൺകുട്ടികളും ഈ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് പെൺകുട്ടികൾ നന്നായി മേക്കപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ചെറുക്കൻ്റെ മുന്നിൽ പോയിട്ട് കാണാൻ നിൽക്കും. ഈ സമയത്ത് ചെറുക്കൻ എന്താ വിചാരിക്കുന്നത്, ഇത് തന്നെയായിരിക്കും റിയലായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ നിറം എന്ന് കരുതും. നിറം ഒരു വിഷയം തന്നെയാണ്. അത് ഒരു ഡിമാൻഡാക്കിയിട്ട് ഇറങ്ങുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും അവർ നിറം നോക്കും. കുട്ടിയുടെ ഹൈറ്റ്, അതുപോലെ തന്നെ തടി, കുട്ടിയുടെ കുടുംബം, മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രമായിരിക്കും വിവാഹത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഒരിക്കലും പെൺകുട്ടികൾ ഇതുപോലെ കല്യാണത്തിന് വേണ്ടിയിട്ട് പെണ്ണ് കാണാൻ വരുന്ന ചെറുക്കൻ്റെ മുന്നിൽ നിങ്ങൾ ധാരാളം മേക്കപ്പ് ചെയ്തുകൊണ്ട് നിൽക്കരുത്. നിങ്ങളെന്താണോ, നിങ്ങളുടെ നിറം എന്താണോ അത് ചെറുക്കനെ നിങ്ങൾ ഈ കെട്ടാൻ വരുന്ന കുട്ടിയെ നിങ്ങൾ കാണിക്കുക. അല്ലാതെ ഒരുപാട് മേക്കപ്പ് ചെയ്തതിന് ശേഷം അയാളുടെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാൾ കരുതും ഇത് തന്നെയാണ്, നല്ല നിറമുണ്ട്, ഓക്കെ എന്ന് കരുതിയിട്ട് വിവാഹത്തിലേക്ക് കടക്കും. എന്നിട്ട് എന്താ ഉണ്ടാവുന്നത്, കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് പെണ്ണൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ കല്യാണം കഴിഞ്ഞ് അന്നത്തെ രാത്രി പെണ്ണൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ എന്തായി, ശരിക്കുള്ള നിറം ചെറുക്കൻ കാണുന്നു. പിന്നീട് അവിടെ നിന്ന് പല നിലക്കുള്ള അസ്വസ്ഥതകളും അവിടെ നിന്ന് തന്നെ തുടങ്ങും. അപ്പോൾ ഇത് കല്യാണത്തിൻ്റെ മുമ്പ് അറിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രൂപത്തിലാണെങ്കിൽ ഈ ചെറുക്കനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ ചില പെൺകുട്ടികളൊക്കെ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് പോലും, പുറത്തേക്കൊന്ന് പോകുകയാണെങ്കിൽ പോലും മേക്കപ്പ് സാധനങ്ങളൊക്കെ ബാഗിലാക്കിയിട്ടാണ് പോകുന്നത്. എന്തിനധികം പറയുന്നത്, ഈ അടുത്ത് ഞാനൊരു ക്ലാസ് കേട്ടു, ഒരു പ്രസംഗിക്കുന്ന വ്യക്തി പറയുന്നുണ്ട്, കുട്ടികൾ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ബാഗ് പരിശോധിക്കുമ്പോൾ അതിലൊക്കെ ഒരുപാട് മേക്കപ്പ് വസ്തുക്കൾ കാണാൻ കഴിയും. എന്തിനാണ് ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രസംഗിക്കുന്ന ആൾ ഞാൻ പ്രസംഗം കേട്ടു. ശരിയാണ്, സത്യമാണത്. പെൺകുട്ടികളുടെ കയ്യിൽ ബാഗുണ്ടെങ്കിൽ അതിൽ ഉള്ളിൽ നിറയെ ഈ മേക്കപ്പ് സാധനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പെണ്ണ് കല്യാണം നോക്കുന്നുണ്ടെങ്കിൽ ഈ പെണ്ണ് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിലും സ്കൂളിലേക്ക് പോവുകയാണെങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ ഫംഗ്ഷന് പോവുകയാണെങ്കിൽ പോലും നന്നായി മേക്കപ്പ് ചെയ്തതിന് ശേഷമാണ് ഈ കുട്ടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ ഒരു നിറമാണ് മറ്റുള്ളവർ കാണുന്നത്, പെണ്ണ് കാണാൻ വരുന്ന ചെറുക്കനടക്കം കാണുന്നത്. അതുകൊണ്ട് പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളെന്താണോ അത് നിങ്ങൾ കാണാൻ വരുന്ന ചെറുക്കൻ്റെ മുന്നിൽ അത് കാണിക്കുക. നിങ്ങളുടെ നിറം എന്താണോ അത് ചെറുക്കൻ കാണട്ടെ. അതിന് സൗകര്യമുള്ള ചെറുക്കൻ നിങ്ങൾ കെട്ടിയാൽ മതി. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് പറ്റൂല എന്ന് പറഞ്ഞ് പോയിക്കോളും. ഇതുപോലെയുള്ള ഒരുപാട് കേസുകൾ എൻ്റെ പരിചയത്തിൽ തന്നെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. എന്താണ് സംഭവം, ഇതുപോലെ തന്നെ മേക്കപ്പ് ചെയ്തുകൊണ്ട് കല്യാണം പെണ്ണ് കണ്ടു, ചെറുക്കന് ഇഷ്ടമായി, അങ്ങനെ കല്യാണം കഴിഞ്ഞു. അന്നത്തെ ദിവസം തന്നെ ഈ പെണ്ണ് കുളിച്ച് ഒക്കെ ഒന്ന് മാറ്റി വന്നപ്പോഴേക്ക് ഇവന് പ്രശ്നം തുടങ്ങി. അന്ന് കണ്ട നിറമല്ല പിന്നീട് കണ്ടതെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ യാതൊരു ബന്ധമില്ല. അങ്ങനെ വിവാഹമോചനം വരെ എത്തി. അവസാനം പിന്നെ പലരും ഇടപെട്ടുകൊണ്ട് പെണ്ണിൻ്റെ സ്വഭാവം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ആ ചെറുക്കൻ്റെ വേണ്ടപ്പെട്ട കുടുംബക്കാരൊക്കെ സംസാരിച്ച് അങ്ങനെ ഒത്തുതീർപ്പാക്കി ഇപ്പോൾ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. വളരെ ചുരുക്കം കേസുകളാണ് ഇവർ എന്ത് ചെയ്യുന്നത്, പെൺകുട്ടികൾ പുറത്തേക്ക് പറയുന്നത്. അപ്പോൾ അത് പെൺകുട്ടികളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ഇല്ലാതിരിക്കാൻ നിങ്ങളൊരിക്കലും പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ഇല്ലാത്ത സൗന്ദര്യം ഉണ്ടാക്കിയിട്ട് അത് കാണിച്ചിട്ട് ചെറുക്കനെ ഇഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങളെന്താണോ അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം
കല്യാണത്തിന് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക.